കേരളത്തിലെ ഹമാസ് അനുകൂലികളുടെ അതുപോലെ തന്നെ സുഡാപ്പികളുടെയൊക്കെ ചങ്ക് തകർക്കുന്ന ഒരു വാർത്ത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ നമ്മുടെ അന്നം തരുന്ന രാജ്യങ്ങളുണ്ടല്ലോ, സൗദി അറേബ്യ, UAE ഒക്കെ ആണല്ലോ. അതെ, അതിൽ UAE, നമ്മുടെ ദുബായ് ഒക്കെ ഉൾപ്പെടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇസ്രയേലിൽ വലിയ തോതിൽ ഇസ്രയേലിലെ ആയുധ നിർമ്മാണ കമ്പനിയുമായി സഹകരിക്കാൻ പോവുക. സ്വാഭാവികമായിട്ടും ഞെട്ടണമല്ലോ. ഇന്ത്യ ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായി. ചില ആളുകൾ സുപ്രീം കോടതി കേസ് കൊടുത്തു, ഇന്ത്യ കൊടുക്കരുത്, ഇസ്രയേലിലെ കുഞ്ഞുങ്ങളെയും ഗസയിലെ കുഞ്ഞുങ്ങളെ, ഗർഭിണികളെ, സ്ത്രീകളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഇന്ത്യൻ ആയുധങ്ങൾ കൊടുക്കുന്നു, ഇത് ശരിയല്ല. ഇപ്പോൾ കയറി സുപ്രീം കോടതി നരേന്ദ്രമോദിയുടെ ചെവിക്ക് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് കേസിന് പോയി. കോടതി പറഞ്ഞു പോയി പണി നോക്കട, ഇന്ത്യ ഉണ്ടാക്കുന്ന സാധനം എവിടെ വയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ സർക്കാരല്ല, ഞങ്ങളുടെ പണിയല്ല. ഞങ്ങൾ കോടതി, ചിലപ്പോൾ നമ്മുടെ കോടതിക്ക് തോന്നും ഞങ്ങൾ കോടതി എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഇടപെടേണ്ടവരല്ല എന്ന് ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ അവർക്ക് തോന്നും ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളും, ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നതും കോടതിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ അവർക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അങ്ങനെ വന്നിട്ട് ഇസ്രായേലിന് ആയുധം കൊടുക്കരുത് എന്ന് പറയുന്ന ഹർജി എടുത്ത് തോട്ടിക്കളഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഇസ്രായേലിലെ അതിപ്രശസ്തമായ ലോകം മുഴുവൻ ഉപഭോക്താക്കളുള്ള ഒരു കമ്പനിയാണ് തേർഡ് ഐ സിസ്റ്റംസ്. തേർഡ് ഐ സിസ്റ്റം മൂന്നാം കണ്ണ് അല്ലേ? അതെ, മൂന്നാം കണ്ണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹിന്ദുക്കൾക്ക്, ഇന്ത്യക്കാർക്കറിയാം. മൂന്നാം കണ്ണെന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവൻ്റെ തിരുനെറ്റിയിലുള്ളതാണ്. ഈ മൂന്നാം കണ്ണ് തുറന്നാൽ സംഹരിക്കാൻ പറ്റും അല്ലേ? തൃക്കണ്ണ് തുറന്നാൽ, തൃക്കണ്ണെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കണ്ണിനെയാണ് പറയുന്നത്, നെറ്റിയിലുള്ള തൃക്കണ്ണ്. അപ്പോൾ ഇസ്രയേലുകാർ ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണോ എന്ന് എനിക്കറിയില്ല, തേർഡ് ഐ എന്ന് പേരിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് കണ്ണുകൊണ്ടും കാണാത്ത കാഴ്ചകൾ മൂന്നാമതൊരു കണ്ണുകൊണ്ട് കാണുന്നു എന്ന കൺസെപ്റ്റും ആയിരിക്കാം. അതെ, പക്ഷേ ഈ പേര് പോലെ തന്നെ സാർത്ഥകമാണ് ഈ തേർഡ് ഐ സിസ്റ്റംസ് എന്ന് പറയുന്ന ഈ ഇസ്രായേൽ കമ്പനി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറക്കുന്ന ഉപകരണങ്ങൾ, ഡ്രോണുകൾ അല്ലേ? അതെ, പ്രൊഡേറ്റർ പോലെയുള്ള ഡ്രോണുകൾ. അത് വലുതാണ്, അതിൻ്റെ ചെറിയ രൂപങ്ങൾ. ഇങ്ങനെ ഡ്രോണുകൾ വന്നിട്ട് ആളുകളെ ആക്രമിക്കുന്നത്. നമ്മൾ ഇസ്രായേലിൻ്റെ ഒരു ആയുധം നമ്മൾ കാണിച്ചിരുന്നു, അറിയാം, തീപ്പെട്ടിയുടെ വലിപ്പമുള്ള ഡ്രോൺ. അത് AI വെച്ച് പ്രവർത്തിക്കുന്നതാണ്. ഒരാളെ നമ്മൾ 4 പേരിലിരിക്കുന്നു, അതിൽ X എന്ന് പറഞ്ഞ ഒരാളെ തട്ടണം തീരുമാനിച്ചിട്ട് ഇസ്രായേൽ ആ ഡ്രോൺ വിട്ടാൽ ആ ഡ്രോൺ ഇങ്ങനെ പറന്ന് വന്നിട്ട് ഇരിക്കുന്നവരിൽ നിന്ന് ഈ Xൻ്റെ മാത്രം ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് നോക്കുക അവൻ തന്നെയാണ്. എന്നിട്ട് നേരെ തലയുടെ അവിടെ വന്ന് ടക്ക് ഒറ്റപിടി. അതിനകത്ത് ഒരു 5 ഗ്രാം 10 ഗ്രാം മാത്രം വെടിമരുന്ന് മതി. അത്തരം ഡ്രോണുകൾ വരെ ഇന്നിപ്പോൾ ആധുനിക യുദ്ധത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ. പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ആ വീഡിയോ മുമ്പൊരിക്കൽ നമ്മുടെ വേറൊരു ചർച്ചയിൽ നമ്മൾ കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ വീഡിയോ എവിടെയാണെന്ന് കാണുന്നില്ല. ഞാൻ ഫോണിൽ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാണിക്കാമായിരുന്നു. അപ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ യുദ്ധം, ഹൈടെക് വാറാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി പോലും മ്യൂൾസിനെ വാങ്ങിയിട്ടുണ്ട് അല്ലേ? അതെ, റോബോട്ട് കോവർ കഴുതകൾ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തരം പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്, ഡ്രോണുകളൊക്കെ ഇവിടുന്ന് പറന്നു വരും എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ സൊല്യൂഷൻസ് നിർമ്മിക്കുന്ന കമ്പനിയാണ് തേർഡ് ഐ സിസ്റ്റംസ്. അവരെന്തൊക്കെ നിർമ്മിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് അവർ രഹസ്യമാക്കി വെച്ചിരിക്കുക. പക്ഷേ ഇസ്രായേൽ ഉണ്ടാക്കുന്നു, നാറ്റോ രാജ്യങ്ങളെല്ലാം ഈ തേർഡ് ഐ സൊല്യൂഷൻ്റെ ആയുധങ്ങളാണ് വാങ്ങുന്നത്. ഈ ആയുധങ്ങളും ഉണ്ട്. ഇത്തരം ആയുധങ്ങൾ, അതായത് പറന്നു വരുന്ന അപകടത്തെ തിരിച്ചറിയുന്നു. ഇപ്പം അവാക്സ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഈ പറഞ്ഞ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉള്ളതുകൊണ്ട് വേണ്ടി വന്നാൽ റഡാറുകളൊക്കെ വെട്ടിച്ച് പറന്നു വരാൻ പറ്റും. അപ്പം പ്രൊഡേറ്റർ പോലെയുള്ള F-22 പോലെയുള്ള വിമാനങ്ങൾ മുതൽ നമ്മുടെ നെതന്യാഹുവിൻ്റെ വീട് ആക്രമിച്ച ഡ്രോണുണ്ട്. ആ ഡ്രോണൊന്നും വന്നത് ഇസ്രായേലിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ പ്രതിരോധ സമുദായത്തിൽ ഒന്നും പറ്റില്ല. അയൺ ഡോമും ആരോ സിസ്റ്റവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇത് ഡ്രോൺ പറന്നു വന്നു. ഇത് റോക്കറ്റിനെ വെടിവെക്കാൻ, ആനയെ കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്ന തോക്ക് കൊണ്ട് കൊതുകിനെ വെടിവെക്കാൻ പറ്റുമോ? ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ പറഞ്ഞ, ആനയെ വെടിവെക്കാൻ പറ്റുന്ന തോക്ക് കൊണ്ട് കൊതുകിനെ വെടിവെക്കാൻ പറ്റില്ല. അപ്പോൾ ആന നമ്മളെ ചവിട്ടിക്കൊല്ലുമായിരിക്കും, പക്ഷേ ആന വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരു കൊതുക്, അവൻ മലേറിയ വാഹകനായ ഒരു കൊതുക് പറന്നു വന്ന് നമ്മളെ കുത്തിയതാണ്. അവനെ തോക്ക് കയ്യിലുണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കൊതുകിനെ കൊല്ലാനുള്ള ടെക്നോളജി വേണം. അത്തരം കൊതുകായി വരുന്ന മരണത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന പുതിയ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയാണ് തേർഡ് ഐ എന്ന് പറയുന്ന ഇസ്രായേൽ കമ്പനി ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ആ കമ്പനിയിൽ ഇപ്പോൾ $10 മില്യൺ നിക്ഷേപം നടത്താൻ പോവാണ്. ആര്? UAE. എപ്പോഴാണ് നടത്തുന്നത്? ഗസയെ തവിടുപൊടിയാക്കി 50,000-ഓളം ആളുകളെ കൊന്ന് ഏതാണ്ട് അതിൻ്റെ ഇരട്ടി ആളുകൾക്ക് ഹമാസ് അനുകൂലികൾ ഇവിടെ നിലവിളിക്കുന്ന പോലെ അംഗവൈകല്യം വരുത്തിയ ഒരു രാജ്യത്തെ
പലസ്തീൻ ജനതയുടെ ഇസ്രയേൽ എന്നുള്ള രാജ്യത്തെ ചവിട്ടി അരച്ച് നശിപ്പിക്കുന്ന ലോകത്തിലെ ഇസ്ലാമിക സമൂഹത്തിനാകെ വലിയ വേദന ഉണ്ടാക്കിയ നടപടി ചെയ്ത ഇസ്രയേലിന് കൈകൊടുത്ത് $10 മില്യൺ നിക്ഷേപിച്ച് ഈ തേർഡ് ഐയുടെ 30% ഓഹരി വാങ്ങി അവിടെ പ്രവർത്തിക്കാൻ പോവാണ് ആര്? UAE. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? നമ്മളെപ്പോഴും കേൾക്കുന്ന ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഈ പലസ്തീൻകാരായ ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നു, അല്ലെങ്കിൽ അങ്ങ് താല്പര്യമില്ലെന്നാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഇസ്രായേലിനോട് മാനസികമായൊരു പിന്തുണ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. കൂടാതെ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായൊരു പിന്തുണയല്ലേ നൽകുന്നത്? അപ്പം ഈ ഇറാൻ പോലെയുള്ള തീവ്ര മുസ്ലിം നിലപാടുള്ള രാജ്യങ്ങൾക്ക് ഒരു പിണക്കം അല്ലെങ്കിൽ ഒരു എതിർപ്പൊക്കെ ഉണ്ടാവില്ലേ? അല്ല, ഇറാൻ്റെ എതിർപ്പ് സൗദിയോ UAE എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ട്? അല്ല, ഇറാനായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ അങ്ങോട്ട് തട്ടിക്കളയും, ഞങ്ങൾ അങ്ങനെ തട്ടിക്കൊണ്ട് പാടാ. ഇപ്പം നോക്കൂ, സൗദി അറേബ്യ, ഇപ്പോൾ നമ്മുടെ MBS, ഞാനെപ്പോഴും പറയും എനിക്ക് ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് MBS. നമ്മുടെ ഗ്രിഗോറി മെലോനി ഉണ്ടല്ലോ, ജോർജിയ മെലോനി ഇറ്റാലിയൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അവിടെ സൗദി സന്ദർശിച്ചപ്പോൾ അവർ സ്വീകരിച്ചത് MBS നേരിട്ട് വന്നാണ് സ്വീകരിച്ചത്. അവിടെയുള്ള അവിടുത്തെ ഇസ്ലാമിക ഭരണാധികാരികളെല്ലാം ഈ മറ്റേ ശിരോവസ്ത്രമൊക്കെ കഫിയ ഒക്കെ ധരിച്ച്, കഫിയ എന്നാണ് അതിൻ്റെ പേര്, പരമ്പരാഗത വേഷത്തിൽ നിൽക്കുമ്പോൾ മെലോനി അവിടെ വന്നത് തലമറയ്ക്കാതെയാണ്. ഒരു 10 വർഷം മുമ്പ് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? പറ്റില്ല. സൗദി അറേബ്യയിൽ വിദേശികളായ ആളുകളും ഇസ്ലാം അല്ലാത്ത ആളുകളും അവിടെ ചെന്നിറങ്ങിയാൽ തലമറയ്ക്കണമെന്നായിരുന്നു നിയമം. മെലോനി വന്ന് കൂളായിട്ടിറങ്ങി അവിടെ വന്നിട്ട് എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് പോയി. അതിൻ്റെ വീഡിയോയും ഒക്കെ ലഭ്യമാണ്. എവിടെ? സൗദി അറേബ്യയിൽ. അപ്പം ഈ പറയുന്ന ഇറാനിൽ തലമുടി പുറത്ത് കാണിച്ചാൽ ചുറ്റിയെ കടിച്ചു കൊല്ലും, കണ്ണു ചൂഴ്ന്നെടുക്കും. ഇതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സൗദി അറേബ്യയുടെ കാര്യം ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം, സൗദി അറേബ്യ വലിയ തോതിൽ, UAEയുടെ കാര്യം പറയുമ്പോൾ ഇതിലൂടെ പറയാതെ വരിക, സൗദി അറേബ്യ വലിയ തോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. അന്തർവാഹിനികൾ വാങ്ങുന്നു, പിന്നെ ഡ്രോണുകൾ വാങ്ങുന്നു, ആധുനിക സംവിധാനമുള്ള മിസൈലുകൾ വാങ്ങുന്നു, ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വാങ്ങുന്നു. ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? സൗദി അറേബ്യയായിട്ട് നിലവിൽ ശത്രുതയുള്ള രാജ്യത ഇന്ത്യ ഉണ്ടോ? ഇല്ല. അമേരിക്ക ഉണ്ടോ? ഇല്ല. ഇസ്രായേലുമായിട്ടുണ്ടോ? ഇല്ല. ഇസ്രായേലുമായിട്ട് അവർ ട്രംപിൻ്റെ കാലത്ത് അബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യാൻ പോയതാണ്. അപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോഴാണ് അതിൽ അസ്വസ്ഥരായ ഇറാൻ ലോബിയാണ് ഹമാസിനെ കുത്തിത്തിരിപ്പിച്ച് ഈ ഒക്ടോബർ 7 കൂട്ടക്കൊല നടത്തിച്ചത്. അപ്പോൾ വീണ്ടും ട്രംപ് വന്നിരിക്കുന്നത്, വീണ്ടും അബ്രഹാം അക്കോർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആരാണ് സൗദി അറേബ്യ ഭയപ്പെടുന്ന ശത്രു? ആരാണ്? ഇറാൻ ഉൾപ്പെടെ ഇറാനാണ്. അല്ലാതെ പണ്ട് മുതലേ ഇറാനും ഈ സൗദിയും തമ്മിൽ അത്ര ഇടയ്ക്കിടയ്ക്ക് ഹൂത്തികൾ മക്ക മദീനയിലേക്ക് മിസൈൽ അയക്കുമായിരുന്നല്ലോ, അതെ, എണ്ണപ്പാടങ്ങൾക്ക് അയക്കുമായിരുന്നല്ലോ. അപ്പോൾ സൗദി അറേബ്യ ലോകത്തിൽ സൗദിയുടെ ഏറ്റവും വലിയ ശത്രുവായി കരുതുന്നത് ആരെയാണ്? ഇറാനെയാണ്. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിന് ഭീഷണി ആരെങ്കിലും ഉയർത്തുന്നുണ്ടെങ്കിൽ ആരാ? ഇസ്ലാം തന്നെയാണ്, അല്ലേ? അതെ. എൻ്റെ ഇസ്ലാമാണോ നിൻ്റെ ഇസ്ലാമാണോ, എൻ്റെ പ്രവാചകനാണോ നിൻ്റെ പ്രവാചകനാണോ, എൻ്റെ ഖുറാനാണോ നിൻ്റെ ഖുറാനാണോ വലുതെന്നുള്ള പേരിലല്ലേ ഇവർ ഷിയ സുന്നികൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്? തർക്കം മുഴുവൻ ഇത് പറഞ്ഞിട്ടാണ്. തർക്കം മുഴുവൻ ഇത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള സുന്നികളുടെ ഏറ്റവും പവിത്രമായ സ്ഥലമുള്ള മക്കയും മദീനയുമുള്ള സൗദി ലോകത്തൊരിടത്തും തീവ്രവാദം നടത്താൻ പോകുന്നില്ലല്ലോ, ഇല്ല. UAE പോകുന്നില്ലല്ലോ. അവരവരുടെ കാര്യം നോക്കി അവരുടെ വിശ്വാസവുമായി അവർ മുന്നോട്ട് പോകുന്നു. ഇസ്ലാമിന് അങ്ങനൊരു മുഖവും കൂടിയുണ്ട്. UAE ഏതെങ്കിലും ഈ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിന് ഫണ്ട് കൊടുക്കുന്നതായി നമ്മൾ കേട്ടിട്ടില്ല. ഖത്തറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഖത്തറാണ് ഇവരുടെയൊക്കെ അഭയസ്ഥാനമായിട്ട് നിൽക്കുന്നത്. UAEയും സൗദി അറേബ്യയും എന്തുകൊണ്ടാണ് ഹമാസിന് അഭയം കൊടുക്കാത്തത്? തുർക്കി കൊടുക്കുന്നുണ്ട്, ഇവർ കൊടുക്കുന്നില്ല. അപ്പം ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അവരുടെ മതം നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ വാതിൽ തുറന്നിടുകയും മറ്റുള്ളവരെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഗൾഫിലെ രാജ്യങ്ങൾ, അല്ലേ? പൊതുവെ പറയുന്നത് ഇസ്ലാം എന്താണ്, എക്സ്ക്ലൂസീവാണ്, ഞങ്ങൾ ഒന്നിനോടും ചേരുകയല്ല, ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പൊതുവേ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ സൗദി അറേബ്യ എന്നുള്ള രാജ്യം വലിയ തോതിൽ വാതിലുകൾ തുറക്കുന്നു. UAE എന്നേ തുറന്നു കഴിഞ്ഞു, അല്ലേ? എല്ലാവരോടും ഇഴുകിച്ചേരുകയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കൾച്ചറുണ്ട്. അപ്പോൾ അബ്രഹാം അക്കോർഡ് വീണ്ടും വരാൻ പോകുന്നു. ഉറപ്പായിട്ടും ട്രംപിൻ്റെ ലക്ഷ്യം അതായിരിക്കും. ട്രംപിൻ്റെ ലക്ഷ്യം അബ്രഹാം അക്കോർഡ് ഉണ്ടാകുന്നു. ഇനി മാത്രമല്ല, ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ഈ UAE എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊരു ഉത്തരവ് കിട്ടുന്നുണ്ട്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാവുന്നൊരു സ്ഥലം ഇപ്പോൾ എവിടെയാണെന്നറിയോ? ഗസയാണ്.
എത്ര ലക്ഷം കെട്ടിടങ്ങളാണ് അവിടെ തകർന്നു പോയത് അല്ലേ? ഒന്നേന്ന് തുടങ്ങണം. എത്ര ലക്ഷം കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി ഗസയിൽ നടക്കാൻ പോകുന്നത്, ഗസ പഴയ പോലെ പുനഃസൃഷ്ടിക്കണമെങ്കിൽ. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള റിയൽ എസ്റ്റേറ്റ് സാമ്പത്തിക താല്പര്യങ്ങളുള്ള ആളുകളുടെ ചാകര കോള് കിടക്കുന്ന എവിടെയാണ്? ഗസയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാകാൻ പോകുന്നൊരു സ്ഥലം ഗസയാണ്. അപ്പോൾ ഗസയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ ഇസ്രയേലിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രയേലോട് ഇസ്രയേൽ ഗസ വിട്ടുകൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പോകത്തില്ല, അവിടുന്ന് പോകുമെന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കും, ഞങ്ങളുടെ പട്ടാളം അവിടെ തന്നെയുണ്ട്. ഈ വെടിനിർത്തലിൻ്റെ ഭാവിയെക്കുറിച്ചും ട്രംപിന് പോലും ഉറപ്പില്ല. പോകുന്നത്രയും പോകട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്നാണ്. അപ്പോൾ നിലവിലെ സൂചന അനുസരിച്ച് ഗസയൊന്ന് പുനഃസൃഷ്ടിക്കണമെങ്കിൽ ഇനി 15 വർഷം വേണമെന്നാണ്. $15,000 കോടി അതിന് വേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് UAE കമ്പനികൾക്ക് ഒരു ഗുണം ഉണ്ടായാലോ? ഇസ്രയേലുമായി നല്ല ബന്ധം ഉണ്ടാവുന്നു, അതിലൂടെ UAEക്ക് താല്പര്യമുണ്ട്, അവിടെ കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് വരിക. അമേരിക്കയ്ക്ക് പണ്ടേ താല്പര്യമുണ്ട്. അപ്പോൾ ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇവരെ ജോർദാനിലും ഈജിപ്തിലേക്ക് മാറ്റാൻ പറയുന്നു, ഹമാസും പറയുന്നു, ആളുകളും പറയുന്നു ഞങ്ങൾ പോകത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ പോകത്തില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മീഡിയ 1 TV-യിൽ അവർക്ക് പരസ്യം കൊടുക്കില്ല പറഞ്ഞത്, ആ ജനതയെ അറിയില്ല, അവരവിടുന്ന് പോവില്ല, സ്വർണം കൊടുത്താലും പോവില്ല, എന്ത് കൊടുത്താലും അവർ പോവില്ല, അവരുടെ നിശ്ചയദാർഢ്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് എന്ത് ചുമ്മാ പുഴുവടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ 15 ലക്ഷം ആളുകൾ അവിടുന്ന് ഓടിപ്പോയവർ അല്ലേ? വെസ്റ്റ് ബാങ്കിലും അഭയാർത്ഥിക്കാൻ പോലും കഴിയുന്ന ആളുകൾ തിരിച്ചങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞാൽ അവരെങ്ങോട്ട് പോകും? ഇതെല്ലാം തകർന്നു കിടക്കുകയാണ്. കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമില്ല, കിടക്കാൻ മഞ്ഞും വെയിലും കൊണ്ട് കിടക്കാൻ ഒരു സൗകര്യം, മഞ്ഞും വെയിലും കൊള്ളാതെ കിടക്കാനുള്ള സൗകര്യങ്ങളില്ല. വെറും കോൺക്രീറ്റ് കൂമ്പാരങ്ങൾക്കിടയിലേക്ക് ഈ ജനം തിരിച്ചു വന്നാൽ എത്ര ദിവസം വെള്ളം കിട്ടാതെ, മരുന്ന് കിട്ടാതെ, ചൂടും തണുപ്പുമേറ്റ് അവർ ആ മരുഭൂമി കിടക്കും? കൊച്ചുകുട്ടികളടക്കമുള്ളവർ ഭയങ്കര പ്രശ്നമായിരിക്കും. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ധാരണ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഒരു തന്ത്രമാണ്, ഇവരൊക്കെ തിരിച്ചു വരട്ടെ, തിരിച്ചു വന്നിട്ട് അവിടെ സൗകര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തു ചെയ്യും? കഷ്ടപ്പെട്ട് ഇത് പണിയേണ്ടി വരും, ഞങ്ങൾ എങ്ങോട്ടേലും പൊയ്ക്കൊള്ളാം എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് സ്വാഭാവികമായും സാധാരണ ജനങ്ങളെത്തും. ഹമാസ് തീവ്രവാദികൾ സമ്മതിക്കില്ലായിരിക്കും. ഞങ്ങൾ പൊക്കോളാം എന്ന് സാധാരണ ഗസക്കാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന. എല്ലാവരും തിരിച്ചു വന്നോട്ടെ എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് വൻതോതിനാണല്ലോ ഈ അഭയാർത്ഥികളായിട്ടുള്ള തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് താമസിക്കാൻ ഒന്നുമില്ല. മനോരമയിലൊക്കെ വലിയ പടം കൊണ്ടു കുതിരവണ്ടിയിലൊക്കെ കയറി വരുന്നത്. എവിടെ പോയി താമസിക്കും? ഭക്ഷണമില്ല, വെള്ളമില്ല, വീടില്ല, കുടിവെള്ളമില്ല, വൈദ്യുതി ഇല്ല, ഭക്ഷണം പിന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദിവസം കുറേ ട്രക്കുകൾ അയക്കുന്നത്. പക്ഷേ ട്രക്കെ കയറ്റി വീട് കൊണ്ടുവരാൻ പറ്റുമോ? എത്ര ദിവസം വെള്ളം കൊണ്ടുവരും? കറണ്ട് കൊണ്ടുവരാം? കറണ്ട് കുപ്പിക്കകത്താക്കി കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് വലിയൊരു ഒരു ട്രാപ്പ് അവിടെയുണ്ട്. അപ്പോൾ ഗസ ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ താല്പര്യങ്ങൾ ഇനി ലോകത്തെ എല്ലാ ഇന്ത്യക്കുണ്ട്. ഇന്ത്യക്ക് എത്ര കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി എത്ര ആയിരം തൊഴിലാളികളെ ഇന്ത്യയിൽ നിന്ന് ഇനി തൊഴിൽ കിട്ടും. കേരളത്തിൽ നിന്ന് ആർക്കും കിട്ടില്ല കേട്ടോ. ഇവിടെയുള്ളവർ മുഴുവൻ ഹമാസ് അനുകൂലികളായതുകൊണ്ട് കേരളത്തിൽ നിന്ന് വിളിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഏതായാലും ഇതൊരു വലിയ സാധ്യതയാണ്. അപ്പോൾ ഇസ്രയേൽ ശക്തമായി നിൽക്കണം, ഇസ്രയേലിന് ഗുണമുണ്ടാവണം, ഇസ്രയേലിൽ നിക്ഷേപിക്കണമെന്ന് സൗദി തീരുമാനിക്കുക. സൗദിയല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE തീരുമാനിച്ചിരിക്കുന്നു. UAE അവിടെ 12 മില്യൺ, ഇപ്പോൾ $10 മില്യൺ ഷെയർ വാങ്ങുന്ന കൂടാതെ 12 മില്യൺ കൂടെ അധികമായി കൂടി ചെലവഴിക്കും. അങ്ങനെ $22 മില്യൺ നിക്ഷേപം ഇസ്രയേൽ കമ്പനിയിൽ. എന്ത് കമ്പനിയിൽ? ആയുധം ഉണ്ടാക്കുന്ന കമ്പനിയിൽ. ഇസ്രയേൽ ആയുധം ഉണ്ടാക്കിയാൽ ആ ആയുധം പോയി പ്രയോഗിക്കുന്നത് എവിടെയാണ്? ഗസയിലാണ്. ഹമാസിനെതിരെയാണ്. ഹമാസിനെതിരെ ആയുധമുണ്ടാക്കുന്ന കമ്പനിയിൽ UAE 10ഉം 12ഉം ചേർന്ന് $22 മില്യൺ ആണ് നിക്ഷേപിക്കാൻ പോകുന്നത്. അപ്പോൾ ലോകം എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് അടുപ്പുകൂട്ടി ചർച്ച തീരുമാനിക്കുന്നത് പോലെയല്ല ഇസ്ലാമിക ലോകം ചിന്തിക്കുന്നത്. അവർക്ക് എന്താണ് ശരിയെന്നും എന്താണ് വഴിയെന്നും വളരെ കൃത്യമായി അറിയാം. അതാണ് UAE-യുടെ ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.